അല്ലെങ്കിൽ ഈയിടെ നമ്മുടെ ഫാൻസ് വല്ലാണ്ട് കൂടുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് വീക്കാണ്, അതുകൊണ്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ ചാപ്പിളി പരിപാടി വേണം. ഇന്നാണെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻ. നമ്മൾ ഇമാതിരി ഐറ്റത്തിനൊന്നും പങ്കെടുത്തില്ലെങ്കിലും നമ്മൾ അവിടെ പോകണം. അറ്റൻഡൻസ് അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ടീം മെമ്പേഴ്സ്. ചെന്നപാടെ നമ്മൾ അറ്റൻഡൻസിന്റെ കാര്യങ്ങൾ ഡീൽ. പിന്നെ ഓരോ പിള്ളേർ വരുന്നു, മത്സരിക്കുന്ന ഉത്തരം പറയുന്ന പോകും. ഇതൊന്നും പണ്ടേ നമ്മൾ വിട്ട കേസായതുകൊണ്ട് തീരെ താല്പര്യമില്ല. വന്നു കുറച്ച് ഫുഡ് കഴിച്ചു റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും പിന്നെയും കോളേജിൽ നിന്ന് വിളിക്കും. അവിടെയുള്ളവർക്ക് ഫുൾ ടൈം നമ്മളെ കാണേണ്ട അവസ്ഥ എനിക്ക് തോന്നുന്നത്. ഒരു ആവശ്യമില്ല, വെറുതെ അവിടെ പോകും, വെറുതെ കുറെ കള്ളവും കുറ്റമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു, കത്തിയടിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് മെയിൻലി സംഭവിക്കുന്നത്. പണ്ടേ പിന്നെ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കേസ് ആയതുകൊണ്ട് നമ്മൾ ഇടക്കിടക്ക് ഇതിന്. പിന്നെ ഇപ്പൊ ഇവനാണ് നമ്മുടെ ഗോസിപ്പിന്റെ മെയിൻ നേതാവ്. അതിന്റെ കൂടെ ഇവന്മാരെല്ലാരും ഉണ്ട്. പിന്നെ ഒന്നാലോചിച്ചാൽ ഫുൾ ടൈം എടുത്ത് പഠിത്ത് ഇതൊക്കെ ഫുൾ അപ്സെറ്റ് ആണല്ലോ. ഇതേപോലത്തെ കുറച്ച് എന്റർടൈൻമെന്റ്സ്, കുറച്ച് ഗോസിപ്പ് കഥ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആകെയുള്ള ഒരു വൈബ്. പിന്നെ ഈയിടെ എന്റെ ചാനലുകൾ മറ്റു പലരുമാണ് ഡീൽ ചെയ്യുന്നത്. എന്താ കഥ അപ്പ സെറ്റ്.